തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എന്താണ് ഈ വീഡിയോ ഉദ്ദേശിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ വീഡിയോ കാണുന്ന പലർക്കും തോന്നും 500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയത് ഇത്ര വലിയ കാര്യമാണോ എന്ന്. അത് എന്നെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് വലിയ കാര്യം തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന പല യൂട്യൂബേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് വർഷങ്ങൾ എടുത്തിട്ടാണ് അവർക്ക് 500, 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയതെന്ന്. എന്നാൽ എന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ കഴിഞ്ഞ ജൂൺ മാസം 19-ാം തീയതിയാണ് ഞാൻ എന്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് തുടങ്ങി കറക്റ്റ് 10 ദിവസം കഴിഞ്ഞപ്പം, അതായത് ജൂൺ 29 ആയപ്പം എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാനാകെ 3 ലോങ് വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മാക്സിമം ദിവസങ്ങളിലെല്ലാം ഞാൻ ഷോർട്സ് ഇടാൻ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തില് എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് വിത്തിൻ 10 ഡേയ്സ്, അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അതിനെല്ലാം കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് എല്ലാം കണ്ട് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾ എല്ലാവരോടുമുള്ള എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഈ പറഞ്ഞ കൂട്ടത്തില് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്, ഇതിൽ എന്നെ അറിയാത്ത കുറച്ച് ആളുകളും കൂടിയുണ്ട്. എല്ലാരോടും എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. മുമ്പ് പല വീഡിയോയിലും പറഞ്ഞ പോലെ എന്റെ ഉള്ളില് ഒരു യൂട്യൂബർ ആവുക എന്നുള്ളൊരു സ്വപ്നം, ആഗ്രഹങ്ങളുടെ ഒരു കോണി പോലും വന്നിട്ടില്ലായിരുന്നു. എന്നോട് ഒരുപാട് ഫ്രണ്ട്സ് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങ്, നീ കുറെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ യൂട്യൂബിൽ ഇട്ടാൽ പോരെ, ഒരു ചാനൽ തുടങ്ങ്, നല്ലതായിരിക്കും എന്ന്. പക്ഷെ അന്നൊന്നും ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഇപ്പൊ എപ്പോഴോ എന്റെ മനസ്സിലും ഈ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു ആഗ്രഹം തോന്നി. ഇത് ഞാൻ എന്റെ പാർട്ട്ണറിനോട് ഷെയർ ചെയ്തപ്പം അവിടുന്ന് നല്ല സപ്പോർട്ട് കിട്ടി. പിന്നെ ആവശ്യത്തിലധികം സപ്പോർട്ട് തന്ന് എന്നെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരാളായതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ വെച്ച് താമസിപ്പിച്ചില്ല, ഞാൻ ചാനൽ അങ്ങ് തുടങ്ങി. പിന്നെ ഈ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഒരുപാട് പേരോടൊന്നും അഭിപ്രായങ്ങളും സജഷൻസും ഒന്നും ചോദിച്ചിട്ടില്ലായിരുന്നു. വളരെ കുറച്ച് പേർ, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 3 ആളുകളോട് മാത്രമേ ഞാൻ എന്റെ അഭിപ്രായം ചോദിച്ചിട്ടുള്ളായിരുന്നു. അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂടി. ഇപ്പൊ തോന്നുന്നു ഒരുപാട് പേരോട് അഭിപ്രായം ഒന്നും ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടും നന്നായിന്ന്. നിങ്ങളായാലും ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പേരോട് നടന്ന് അഭിപ്രായം ചോദിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് മനഃപൂർവ്വം നിങ്ങളെ തളർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ വല്ലാണ്ട് ബാധിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഞാൻ ഏത് ടൈപ്പ് വീഡിയോ ആണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ടോപ്പിക്കിൽ ആ വീഡിയോ ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണേ. ഞാൻ എല്ലാ കമന്റ്സും നോക്കാറുണ്ട്, പറ്റുന്നതിനെല്ലാം റിപ്ലൈയും കൊടുക്കാറുണ്ട്. പിന്നെ എന്റെ അടുത്ത് ഒരുപാട് പേര് വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഞാൻ ആദ്യം വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ വരെ കുറെ ഫ്രണ്ട്സ് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതില് എന്റെ വോയിസ് ഓവറിനെ കുറിച്ചായാലും അല്ലെങ്കിൽ എന്റെ ടോക്കിംഗ് സ്റ്റൈലിനെ കുറിച്ചായാലും എല്ലാം അവർ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും സ്പീഡ് കുറയ്ക്കണം, സ്പീഡ് കൂട്ടണം, അങ്ങനെ എന്തായാലും അവർക്ക് തോന്നുന്ന അഭിപ്രായം എന്താണോ അത് എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ല സന്തോഷമാണുള്ളത്. കാര്യം എന്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു അഭിപ്രായം എന്നോട് പറയുന്നത്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് അടുത്ത വീഡിയോസ് എല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടും ഇപ്പൊ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ സപ്പോർട്ട് നിങ്ങൾ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പണ്ട് തൊട്ടേ സ്കൂളിലൊക്കെ പ്രസംഗത്തിനും സ്റ്റേജ് പ്രോഗ്രാമിനും NSS വോളണ്ടിയർ ആയിട്ടും ഒക്കെ ഇരുന്നത് കൊണ്ട് സ്റ്റേജ് ഫിയർ അത്രയില്ല. എങ്കിലും ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ നല്ല പേടിയുണ്ട്. അതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവുകളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാനും പറ്റും. പോകെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.